ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനൊരു ഇൻ്റർഫേസ് ആയിരിക്കും വരിക. അതിൽ ഈ കണ്ടിന്യൂ വിത്ത് ഗൂഗിൾ എന്നുള്ളത് സെലക്ട് ചെയ്തിട്ട് വേണം നിങ്ങൾ സൈനപ്പ് പ്രോസസ്സ് ചെയ്യാനുള്ളത്. ഓക്കെ, അതിന് താഴെ കാണുന്ന ഈ പാസ്വേഡ്, ഇമെയിൽ അതൊന്നും ചെയ്യേണ്ടതില്ല. അത് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താണ് ബോണസ് കാര്യങ്ങളൊന്നും കിട്ടത്തില്ല. മനസ്സിലായി? അപ്പം നിങ്ങൾക്ക് പ്രോപ്പറായിട്ടുള്ള ബോണസ് കാര്യങ്ങൾ കിട്ടാൻ വേണ്ടിയിട്ടാണ് കണ്ടിന്യൂ വിത്ത് ഗൂഗിൾ സെലക്ട് ചെയ്യാൻ പറയുന്നത്. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഒരു ഇമെയിൽ സെലക്ട് ചെയ്യാനായിട്ട് കാണിക്കും. ഓക്കെ, ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് വന്നിട്ട് എന്താണ് ഇമെയിൽ സെലക്ട് ചെയ്യാൻ കാണിക്കും. ഞാനത് ഓൾറെഡി ടൈംപാസ് ലോഗിൻ ചെയ്യാൻ ഉപയോഗിച്ച ഇമെയിലാണ്. നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് കാണിക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഇതാണെങ്കിൽ കണ്ടിന്യൂ കാണിക്കും. കണ്ടിന്യൂ ഞെക്കി കഴിയുമ്പോൾ നമുക്കൊരു മെയിൽ വരും. ഓക്കെ, ഇപ്പം ഞാൻ ചെയ്യുന്നില്ല, നിങ്ങൾ ചെയ്താൽ മതി. കണ്ടിന്യൂ വെക്കുമ്പോൾ ഒരു മെയിൽ വരും. ആ മെയിലിൽ ഇങ്ങനെ ഫ്ലോട്ട് ആയിട്ട് വെക്കുക. മെയിലിൽ കയറിയിട്ട് മെയിലിൽ ഞെക്കുമ്പോഴത്തേക്കും എന്ത് ചെയ്യുക, ഒരു അക്കൗണ്ട് തുറന്നു വരും. ടൈംബക്സിൻ്റെ അക്കൗണ്ട് തുറന്നു വരും. അപ്പോൾ അവിടെ ഒരു എഗ്രിമെൻറ്റ് കാണിക്കും. ആ എഗ്രിമെൻറ്റിൽ ഐ എഗ്രി എന്നുള്ള പച്ച ബട്ടൺ ക്ലിക്ക് ചെയ്യുക. പിന്നെ തൊട്ടുടനെ നിങ്ങൾക്ക് അവിടെ സൈറ്റിൽ നിങ്ങളുടെ പ്രൊഫൈൽ ഫില്ല് ചെയ്യാനുള്ള കാര്യങ്ങൾ കാണിക്കും. ഒരു ലിങ്ക് കാണിക്കും. അതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങളുടെ പേര്, ഇനിഷ്യലൊക്കെ കൊടുത്തിട്ട് എന്ത് ചെയ്യുക, അപ്ഡേറ്റ് ചെയ്യുക. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ ചെയ്യുമ്പം ബാക്ക് ഇറങ്ങി പോകരുത്. മനസ്സിലായി? ബാക്ക് ഇറങ്ങിപ്പോയി കഴിഞ്ഞാൽ സൈറ്റ് എറർ കാണിക്കും, നോട്ട് എലിജിബിൾ ആയി പോവും. പിന്നെ 6-7 ദിവസങ്ങൾക്ക് ശേഷമേ വർക്ക് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. ഓക്കെ, അപ്പോൾ അങ്ങനെ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നേരത്തെ കാര്യങ്ങൾ പറയുന്നത്. ഓക്കെ, പിന്നെ അതിന് ശേഷം നിങ്ങൾക്കൊരു ക്വാളിഫിക്കേഷൻ സർവേ ഉണ്ട്. അത് 100 ചോദ്യത്തിൻ്റെ ആണ്. 100 അല്ല, 30 ചോദ്യത്തിൻ്റെ ആണ്. അത് സിമ്പിളായിട്ടുള്ള ചോദ്യമാണ്. അതിൻ്റെ താഴെ തന്നെ ഉത്തരമുണ്ട്. ചെറിയ ചോദ്യങ്ങളാണ്. അത് എന്ത് ചെയ്യുക, വായിച്ച് നോക്കിയിട്ട് നിങ്ങൾക്ക് തന്നെ ചെയ്യാവുന്നതേ ഉള്ളൂ. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഒന്ന് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ട് പയ്യെ അത് ചെയ്താൽ മതി. നിങ്ങൾ തെറ്റായിട്ടൊക്കെയാണ് ഉത്തരം കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ കണക്ക് 6 ദിവസം കഴിഞ്ഞിട്ട് വർക്ക് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. നിങ്ങൾ സക്സസ്ഫുള്ളായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ലൊരു ബോണസ് കിട്ടുകയും ചെയ്യും. അതുപോലെ കൂടുതൽ സർവീസും ടാസ്കുകളൊക്കെ അവൈലബിൾ ആകും. ഓക്കെ, പിന്നുള്ള ദിവസങ്ങളിൽ അത് കുറേശ്ശെ ചെയ്ത് പൂർത്തിയാക്കിയാൽ മതി. ഓക്കെ.